ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വ്യാഴം നാളെ ഡിസംബർ മാസം 5-ാം തീയതി ഇപ്പോൾ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ്. കർക്കിടകത്തിൽ നിന്നും വക്രഗതിയിൽ മിഥുനത്തിലേക്കുള്ള രാശിമാറ്റമാണ്. 2025 ഡിസംബർ 5 മുതൽ 2026 മാർച്ച് മാസം 11-ാം തീയതി വരെയാണ് വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഇത് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു പൊതുഫലമാണ് പറയുന്നത്. 12 രാശികളിൽ വരുന്ന ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് ഇത് അത്രമേൽ വളരെ ഗുണപ്രദമായ യോഗഫലങ്ങൾ നൽകുന്ന ഒരനുഭവം ഉണ്ടാകും. ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് ഒരല്പം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. നമ്മൾ രാശിയിൽ എത്ര വലിയ ഗുണഫലം പറഞ്ഞാലും അതുപോലെ ദോഷഫലം പറഞ്ഞാലും ആ രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഗുണഫലങ്ങളും അല്ലെങ്കിൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരിക. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തികൾക്കും അവരുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് രാശിയിൽ ഗ്രഹങ്ങൾ നല്ല രീതിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ലഭിക്കും. എന്നാൽ ജനന ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ രാശിയിൽ എത്ര നല്ല രീതിയിൽ ഗ്രഹങ്ങൾ വന്നാലും ആ ഗ്രഹങ്ങളുടെ സ്വാധീനം ഗുണഫലം അത്രമേൽ നല്ല രീതിയിൽ ലഭിക്കണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുമ്പോൾ ആ ഒരു രാശിയിലൊക്കെ ഒരു പാപഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടം ആ ഗ്രഹത്തിൻ്റെ പാപത്വം അതുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. കാരണം ജാതകവശാൽ നടക്കുന്ന ആ ശുഭഗ്രഹത്തിൻ്റെ ദശ കൊണ്ട് ആ രാശിയിലെ ദോഷഫലങ്ങൾ വളരെ നാമമാത്രമായി പേരിന് മാത്രം ചില തടസ്സങ്ങൾ നൽകുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകത്തിനും ഇപ്പോൾ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് വ്യാഴം വക്രഗതിയിൽ നാളെ മുതൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ്. ഈ ഒരു സമയം മുതൽ ഈ 12 രാശിക്കാർക്കും എങ്ങനെയുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവർക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇനി വ്യാഴത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് പിന്നോട്ടുള്ള ആ ഒരു സഞ്ചാരമാണ്. അതായത് വ്യാഴം എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം അതിന് നേർ വിപരീതമായിട്ട് പിന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു സമയത്തെയാണ് വക്രഗതി എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. വ്യാഴം മേടം രാശിക്കാരെ സംബന്ധിച്ച് മിഥുനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് 3-ാം ഭാവമായിട്ടാണ് വരുന്നത്. ഈ ഒരു സമയം മേടം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പൂർണ്ണ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് ഈ വക്രഗതി കാലഘട്ടം അത്ര നല്ല ഗുണാനുഭവങ്ങളായിരിക്കില്ല പൊതുവെ നൽകുന്നത്. ഈ ഒരു സമയം വ്യാഴം 3-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. പ്രത്യേകിച്ച് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടാകണം. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. ഈ ഒരു സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുവാനായിട്ട്. പലരെയും സംബന്ധിച്ചൊരു ഭൂമി വാങ്ങുന്നതിനോ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനോ ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് സമയം നല്ലതാണെങ്കിലാണ് ഈ ഒരു സമയത്ത് മുന്നിട്ടിറങ്ങുവാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു സമയം ഒരു 7.5 ശനിയുടെ ഒരു കാലഘട്ടവും കൂടി നടക്കുന്നത് കൊണ്ടും വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടമായതുകൊണ്ടും അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ ധാരാളം വന്നു ചേരുക, അല്പം അലച്ചിലുകൾ ഉണ്ടാകുക, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരിക. അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും മേടം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം, ഒരു സമയമാണ്. കാരണം പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആശുപത്രി വാസങ്ങൾ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ വന്നു ചേരാം. പ്രധാനമായിട്ടും അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. പലർക്കും പലതരത്തിലുള്ള യാത്രകൾ അനുഭവത്തിൽ വരാം. അതുപോലെ തന്നെ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ കർമ്മസംബന്ധമായിട്ട് അല്പം അലച്ചിലുകൾ, പരിശ്രമങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് വ്യാഴം നൽകും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയുണ്ടാകണം.
മൂന്നാം ഭാവത്തിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സഹോദരങ്ങളുമായിട്ട് അനാവശ്യ സംസാരം, വാക്കുതർക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പരമാവധി ശ്രദ്ധിക്കുക. പലർക്കും ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരു സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും ഒരു സ്വരച്ചേർച്ച, ഒരു അകൽച്ചയൊക്കെ ഉണ്ടാകുവാനുമുള്ള സാന്നിധ്യം ആ ഒരു വ്യാഴം നൽകും. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി സഹോദരങ്ങളുടെ വിഷയത്തിലൊക്കെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും എടുത്തു ചാടി ഒരു കാര്യത്തിലും തീരുമാനമെടുക്കരുത്. അത് നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിലെ കാര്യങ്ങളോ ഏത് നല്ല കാര്യങ്ങളാണെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒന്നിന് പലവട്ടം ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഒരു തീരുമാനമെടുക്കാൻ. കാരണം ഈ കാലഘട്ടങ്ങളിൽ മൂന്നാം ഭാവത്തിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ചിലപ്പോൾ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഒരു ഗുണപ്രദമായിട്ടുള്ള ആ രൂപത്തിൽ നമുക്ക് അനുഭവത്തിൽ വരണമെന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി വേണം ഓരോ കാര്യങ്ങൾ ചെയ്തും മുന്നോട്ട് പോകുവാനായിട്ട്. അതുപോലെ കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. അനാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കേസ്, കോടതി വ്യവഹാരങ്ങളിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അതും വളരെ കരുതലോടെ, വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും നടത്തി മുന്നോട്ട് പോകുവാൻ. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ നിങ്ങളുടെ കുടുംബ സ്വന്തബന്ധങ്ങളുടെ ഇടയിലോ അനാവശ്യമായിട്ടുള്ളൊരു എതിർപ്പുകൾ, ഒരു ശത്രുതകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്വന്തം ബന്ധങ്ങളുമായിട്ടാണെങ്കിലും സുഹൃത്തുക്കളുമായിട്ടാണെങ്കിലും അവരുടെ കർമ്മ മേഖലയിലാണെങ്കിലും കഴിവതും അവരവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതെ മുന്നോട്ട് പോകുന്ന ഉചിതമാണ്. നിങ്ങൾ ആരെയാണോ ഈ കാലഘട്ടങ്ങളിൽ ഒരു സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ നന്മകൾ ചെയ്യുന്നത് അവരൊക്കെ പിന്നീട് ശത്രുക്കളായിട്ട് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിവതും അവരവരുടെ കാര്യങ്ങളിൽ, അവരവരുടെ കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അതുപോലെ ദാമ്പത്യ, കുടുംബജീവിതത്തിലും നല്ല ശ്രദ്ധയുണ്ടാകണം. വിവാഹ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരല്പം പരിശ്രമം നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവത്തിൽ വരും. ഈ ഒരു കാലഘട്ടം വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ മേടം രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരല്പം പരിശ്രമം കൂടുതലായിട്ട് വരുന്ന സമയമാണ്. അത് ജോലിക്കാര്യമാണെങ്കിലും മറ്റേത് കാര്യങ്ങളാണെങ്കിലും ഒരുപാട് പരിശ്രമിച്ചാൽ മാത്രമായിരിക്കും ഫലം ലഭിക്കുക. വളരെ പെട്ടെന്ന് ഒരു ഫലം ലഭിക്കില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് വളരെയധികം പരിശ്രമിക്കുമ്പോൾ, ഒന്നിന് 4 വട്ടം പരിശ്രമിക്കുമ്പോഴാണ് പലതും അനുഭവത്തിൽ വരിക. നിങ്ങളെ സംബന്ധിച്ച് ഇത് ആ രാശിക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാനും എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം ലഭിക്കുകയൊക്കെ ചെയ്യും. ഏതായാലും ഈ ഒരു സമയം നിങ്ങൾ പരമാവധി മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അത് 7.5 ശനി നടക്കുന്നത് കൊണ്ടും ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രഗതിയും രണ്ടും അത്ര നല്ലതല്ല മേടം രാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉചിതമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദോഷഫലങ്ങൾ കുറിച്ച് ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമയം വളരെ വളരെ ഉത്തമമാണ്. ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന നാളെ മുതലുള്ള കാലഘട്ടം ആരംഭിക്കുമ്പോൾ ഇത്രയും നാളും വളരെ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവിച്ചു വന്ന വ്യക്തികൾക്ക് എല്ലാത്തിൽ നിന്നും ഒരു പൂർണ്ണമായ മാറ്റം, മോചനം ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലർക്കും തീരെ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയില്ല എന്നൊക്കെ പറയുന്നത് പോലെ തീരെ പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള ജീവിത അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലാണ് എന്നുള്ളത് മാത്രം. ചിലർക്ക് അവരവർ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ട് അനുഭവത്തിൽ വന്ന മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ, മറ്റു ചിലർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സാമ്പത്തികപരമായ പരാധീനതകൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായി വിട്ടുമാറി ഇടവം രാശിക്കാരുടെ സമയം തെളിയുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാളും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ അനുഭവിച്ചു വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അത് നിങ്ങളുടെ കർമ്മം, ജോലി സംബന്ധിച്ചിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും അങ്ങനെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രയും നാളും ഉണ്ടായിരുന്ന പാഴ്ചിലവുകൾ, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ഒരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അവരവരുടെ കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം, വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യങ്ങൾ, ഗൃഹപ്രവേശം അങ്ങനെ തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം പാഴ്ചിലവുകൾ, അനാവശ്യ ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുക. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണിത്. 2ാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്. ധനസ്ഥാനത്ത് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പാവനായിട്ടുള്ള വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അപ്രതീക്ഷിതമായി ധനപരമായ മുന്നേറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് ധനകാരകനായ ബുധൻ്റെ രാശിയാണ് മിഥുനം. ഇടവം രാശിക്കാർക്ക് ശുഭനായ ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ്റെ രാശിയാണ് മിഥുനമെന്ന് പറയുന്നത്. ആ മിഥുനത്തിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഒരുപാട് നന്മകൾ, സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. എത്ര വലിയ കടബാധ്യതകളോ സാമ്പത്തിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളിൽ കൂടെയോ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ നിഷ്പ്രയാസം അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ആ സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും. അതുപോലെ കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ നിലനിന്നിരുന്ന പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിട്ടുമാറി ആ കുടുംബ ബന്ധത്തിലൊക്കെ നല്ലൊരു ദൃഢത ലഭിക്കുന്ന ഒരു സമയവും നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മതിപ്പും വിലയും ലഭിക്കുന്ന സമയവുമാണ്. അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടെ വഹിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കും. പൂർവിക വഴിയിൽ അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന കാലഘട്ടം. അവരവരുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച, സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കും നല്ല ഗുണഫലം, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാർക്ക്. ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. അപ്രതീക്ഷിതമെന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന പല നേട്ടങ്ങളും നന്മകളുമാണ് ഓരോ ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ഇടവം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പല മനോവേദനകൾക്കും ഒരു പരിഹാരം നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുടുംബത്തിൽ പല മംഗളകാര്യങ്ങൾ നടക്കും. നിങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തിന് നേട്ടങ്ങൾ ഒക്കെ ലഭിക്കുന്നൊരു സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നാളെ മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നാളെ മുതൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരല്പം ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നാണ്. കാരണം മിഥുനം രാശിയിൽ തന്നെയാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. ആ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് അത്ര നല്ല നേട്ടങ്ങളല്ല അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും കർമ്മ സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ജീവന സ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ഈ ഒരു സമയം മിഥുനരാശിക്കാർക്ക് കർമ്മസംബന്ധമായ ചില തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജോലി സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ഉത്തമ സമയമാണെങ്കിലേ ഒരു നല്ല തീരുമാനം, അതായത് ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഒരു സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, കർമ്മസംബന്ധമായിട്ടുള്ള എന്ത് മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ അതുകൊണ്ട് അവരുടെ ജാതകപ്രകാരം നല്ല സമയമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ഉള്ളതെന്താണോ അതിനെ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ, ഉള്ളതിനെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. പലരെയും സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ജോലി മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്കൊക്കെ ഒരു മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവരാണ്. അതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തമമാണെങ്കിലേ അതിന് തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് കാലഘട്ടം ഒന്ന് ക്ഷമയോടുകൂടി നിങ്ങൾ ഉള്ളതിനെ നിലനിർത്തി മുന്നോട്ട് പോകണം. അതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ഈ ഒരു കാലഘട്ടങ്ങളിൽ മിഥുനരാശിക്കാർ ഒരല്പം ശ്രദ്ധയുണ്ടാകണം. കാരണം വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കളത്രകാരകനായിട്ടുള്ള ഗ്രഹവും കൂടെയാണ്. അപ്പോൾ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്ക് തർക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി അല്പം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക.
കാരണം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിൽ നിന്നായിരിക്കും പല പ്രശ്നങ്ങളുടെയും തുടക്കം എന്ന് തന്നെ മനസ്സിലാക്കുക. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ആ ഒരു ജീവിത പങ്കാളികൾക്കിടയിൽ ഒരിക്കലും ഒരു അഭിപ്രായത്തിന് മൂന്നാമതൊരാൾക്കൊരു സ്ഥാനം നൽകാതിരിക്കുക. അത് എത്ര വലിയ സ്വന്തം ബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും അതൊക്കെ പ്രത്യേകം ഓർക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ ദാമ്പത്യ കുടുംബജീവിതത്തിലും നിങ്ങൾ അല്പം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയം. വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് മിഥുനരാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്ര ജാതകർക്ക് ഒരല്പം പരിശ്രമങ്ങൾ കൂടുതലായിട്ട് വേണ്ടി വരുന്ന സമയമാണ്. കാരണം നമുക്ക് നല്ലൊരു അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്നതിന് ഒരല്പം പരിശ്രമം കൂടുതൽ വേണ്ടി വരുന്നൊരു സമയവുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ജീവിത പങ്കാളിയുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലുമൊക്കെ ഒരല്പം ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ട ഒരു സമയവുമാണ്. അതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു കരുതലും ശ്രദ്ധയും എപ്പോഴും ഉണ്ടാകണം. ഈ ഒരു കാലഘട്ടങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് വളരെ ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ളൊരു ശത്രുത, എതിർപ്പുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങളേറെ വിശ്വസിക്കുന്ന ചില വ്യക്തികളുടെ ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത. അതുപോലെ മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ സ്വന്തമായ തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. പ്രത്യേകിച്ച് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സമയമല്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയുണ്ടാവുക. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്ന മിഥുനരാശിക്കാരെ സംബന്ധിച്ചും ഞാൻ ഈ പറഞ്ഞതുപോലെ പണമിടപാടുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മത്തിൻ്റെ ആധിപത്യവും ദാമ്പത്യം കളത്രകാരകനുമായ ഗ്രഹമാണ്. ഈ ഒരു കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് അല്പം ശ്രദ്ധയും കരുതലും കൂടുതലുണ്ടെങ്കിൽ ഒരു 70-75% പ്രശ്നങ്ങൾ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മിഥുനരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധക്കുറവിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം എന്തൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപും വളരെ ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഓരോ തീരുമാനങ്ങളും എടുക്കുവാനായിട്ട്. അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളെയൊക്കെ ആശ്രയിച്ച് വിദേശ രാജ്യത്തൊക്കെ പോകുന്നതിന് പണമൊന്നും അങ്ങനെ പെട്ടെന്ന് നൽകാൻ പാടില്ല. വളരെ ആലോചിച്ച് അതിനെ പറ്റിയൊക്കെ നല്ലതുപോലെ അറിഞ്ഞ ശേഷം മാത്രമേ കയ്യിലുള്ള പണം മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ. ദോഷഫലങ്ങൾ വളരെ കുറച്ച് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ശുഭനായിട്ടുള്ള വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അത്ര നല്ല ഗുണാനുഭവങ്ങളല്ല കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് വ്യാഴം നിങ്ങൾക്ക് 12ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ്. ഈ ഒരു കാലഘട്ടം എല്ലാ കാര്യങ്ങളിലും കർക്കിടകം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 12ാം ഭാവത്തിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം സാമ്പത്തികപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയം പണമിടപാടുകളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഒരു സമയം പണം ആർക്കെങ്കിലും കൊടുത്താൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് തിരിച്ച് കിട്ടണമെന്നില്ല. പിന്നീട് അത് പലതരത്തിലുള്ള ശത്രുതകളോ കേസ് വഴക്കുകളോ ബുദ്ധിമുട്ടുകളിലോ ഒക്കെ മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാർ അവരവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ. പലർക്കും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരു അനുഭവം, ഒരവസ്ഥയുണ്ടാകാം. 12ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. ആ വ്യയസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത്ര ഗുണകരമല്ല. പലരെയും സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടങ്ങളിൽ പണം സംബന്ധിച്ചിട്ടുള്ള ഒരു പാഴ്ചിലവുകൾക്ക് സാധ്യതയുണ്ട്. 12ാം ഭാവമായ വ്യയസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വ്യയങ്ങൾ, അനാവശ്യമായിട്ടുള്ള വ്യയങ്ങൾ, അതായത് പ്രത്യേകിച്ച് വ്യാഴം വക്രത്തിൽ കൂടെ 12ൽ സഞ്ചരിക്കുന്ന കാലഘട്ടമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അത് പലർക്കും പലതരത്തിലാണ്. ചിലർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പണം കടം കൊടുത്താൽ തിരിച്ച് ലഭിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ ആലോചിച്ച്
ചിന്തിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. അതുപോലെ അവരവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുള്ള അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയവുമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി സമയത്ത് പൊതുവെ കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. ഈ ഒരു സമയം പലർക്കും അല്പം അലച്ചിലുകളോ ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഒരു ജോലിയൊക്കെ സംബന്ധിച്ച് കൂടുതൽ ഒരു സമ്മർദ്ദം അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം. പ്രത്യേകിച്ചും കർക്കിടകം രാശിക്കാരെ ഈ വ്യാഴത്തിൻ്റെ വക്രഗതി ബാധിക്കുന്ന മാനസികമായിട്ടാണ്. മനസ്സിനെ അലട്ടുന്നതോ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. തീരുമാനമെടുക്കുമ്പോൾ 1-4 വട്ടം ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ. അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ അനാവശ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാക്കുതർക്കങ്ങൾക്കും ഒന്നും നിൽക്കാതെ വളരെ നല്ല രീതിയിൽ രമ്യതയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കേണ്ട ഒരു സമയവുമാണ്. അതുപോലെ യാത്രകളിലൊക്കെ ഒരല്പം ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടാകണം. പൊതുവേ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾ പാഴ്ചിലവുകൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു കഴിയുമ്പോൾ ആ വരുന്ന പണത്തിനേക്കാട്ടിൽ കൂടുതൽ ചിലവ് ആ സമയത്ത് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ശ്രദ്ധയുണ്ടാകണം. എത്ര വലിയ സുഹൃത്ത് ബന്ധമായാലും സ്വന്തം ബന്ധമായാലും ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് അനാവശ്യമായിട്ട് പണം കടം കൊടുക്കരുത്. അതുപോലെ കടം വാങ്ങുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഒരല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധിച്ച് പണം ഇടപാടുകളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും ശുഭനായ വ്യാഴം നിങ്ങൾക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരല്പം ഭാഗ്യക്കേട് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു തടസ്സം ബുദ്ധിമുട്ടൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്തെ നല്ല രീതിയിൽ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഇത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയുടെ ഒരു ഫലമാണ് ഈ പറഞ്ഞു നൽകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സമയം ശനി വളരെ അനുകൂല അവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വ്യാഴത്തിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളായിരിക്കും, പക്ഷേ അതിനേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ ഒരു സമയം നിങ്ങൾക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലം നിങ്ങൾക്ക് വളരെ അനുകൂലമാണെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ധൈര്യമായി മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആ ഒരു സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ പറയുന്നത്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആ ദോഷഫലങ്ങൾ വ്യാഴത്തിൻ്റെ കുറഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടം. പക്ഷേ ഈ ഒരു സമയത്ത് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ആ ഒരു 11-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിൻ്റെ ഒരു പൂർണ്ണ ഗുണഫലം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കില്ല. ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും കൂടുതൽ അനുഭവത്തിൽ വരിക. ഈ ഒരു സമയം ഈ ഒരു കാലഘട്ടം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. 11-ാം ഭാവം എന്ന് പറയുന്നത് സർവ്വശ്രേഷ്ഠമായ ഭാവമാണ് 11-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ കാലഘട്ടം. എന്നാൽ വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായതുകൊണ്ടും വ്യാഴം നേർരേഖയ്ക്ക് വിരുദ്ധമായിട്ട് വക്രത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയതിനാൽ അത്രയും നല്ലൊരു ഗുണഫലം ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കില്ല. അതാണ് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമെന്ന് ചിങ്ങം രാശിക്കാർക്ക് അവരെപ്പറ്റി പറയുന്നതും. ഈ ഒരു സമയം പ്രധാനമായിട്ടും നിങ്ങൾക്ക് 11-ലെ വ്യാഴത്തിൻ്റെ ഈ ഒരു സ്ഥിതി സാമ്പത്തികപരമായിട്ടൊരു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും നൽകുക. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അനുഭവം, അതുപോലെ പാഴ്ചിലവുകളായിട്ട് ആ പണം ചിലവഴിക്കേണ്ട അനുഭവം, ഇത് രണ്ടും വന്നു ചേരുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ബുദ്ധിപരമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഒരു വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഈ വരുന്ന പണത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും.
ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചിലവുകൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ആ ചിലവുകൾ ഏതാണോ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ളത്, ഏത് കാര്യങ്ങൾക്കാണോ പണം ചിലവഴിച്ച് അത് പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്, ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അപ്പോൾ 11-ൽ സഞ്ചരിക്കുന്ന ആ വ്യാഴത്തിൻ്റെ ആ സ്ഥിതിയുടെ ഗുണഫലം ലഭിക്കുമെങ്കിലും വ്യാഴം വക്രത്തിലേക്ക് മാറുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവ് അനുഭവം കൂടെ വന്നു ചേരും. അതുകൊണ്ട് പണം ഇടപാടുകളിൽ നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശ്രദ്ധയും കരുതലും ഈ ഒരു കാലഘട്ടങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ഏത് കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കണം, ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം. അതുപോലെ കുടുംബ ബന്ധങ്ങളിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ ഓരോ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുമ്പോഴും 1-4 വട്ടം ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഓരോ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ആദ്യം തന്നെ ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ സമ്പാദ്യമാക്കി മാറ്റുവാനോ ആദ്യം തന്നെ ശ്രമിക്കുക. മറിച്ച് മറ്റുള്ളവർക്ക് അത് നൽകുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇറങ്ങിത്തിരിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. ഈ ഒരു സമയം പ്രധാനമായിട്ടും വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായ അഷ്ടമത്തിൻ്റെ ആധിപത്യം കൂടെ വഹിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അഷ്ടമാധിപതി 11-ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ഒരു ഫലം ലഭിക്കും. ഒന്ന്, തീരെ പ്രതീക്ഷിക്കാത്ത ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. കാരണം വ്യാഴം നിങ്ങൾക്ക് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുണ്ടാകണം. വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുക. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിനെയൊക്കെ വിജയിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല പല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളതിനെ വികാരപരമായിട്ട് നേരിടാതെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം. അത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എടുക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് എടുക്കുന്ന ഒരു തീരുമാനങ്ങളാകാം, അതുപോലെ അവരവരുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാകാം. ഇതിലൊക്കെ വളരെ ആലോചിച്ച് ചിന്തിച്ച് ഓരോ തീരുമാനങ്ങൾ യഥാസമയത്ത് ശരിയായ സമയത്തെടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഈ ഒരു സമയം വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവരവരുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അവരുടെ ജോലിക്കാര്യത്തിലും വിവാഹത്തിൻ്റെ കാര്യങ്ങളിലുമൊക്കെ മാതാപിതാക്കൾ, ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് കൂടുതൽ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി, കൂടുതൽ ഒരു പരിശ്രമത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരല്പം പരിശ്രമങ്ങൾ, അലച്ചിലുകൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വരാം. ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു സമയം അവർ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരല്പം കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരിക, പരിശ്രമിക്കേണ്ടി വരിക, ഇതൊക്കെ അനുഭവത്തിലുണ്ട്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം, അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവരവരുടെ ആ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ ആയ രീതിയിൽ അനുഭവത്തിൽ വരിക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക. വ്യാഴത്തിൻ്റെ 11-ലെ സ്ഥിതി ഗുണം നൽകുമെങ്കിലും ആ വക്രത്തിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവ് സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ആ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് ആ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉചിതമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു സുഖം, സമാധാനം, സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ആശുപത്രി വാസം, അല്ലെങ്കിൽ അതിനുവേണ്ടി
ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അനുഭവം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം ലഭിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖം, സമാധാനം, ശരീരത്തിന് പുത്തൻ ഉണർവ്, ആരോഗ്യം ഇതൊക്കെ ലഭിക്കുകയും സാധാരണ നല്ല രീതിയിൽ മുന്നോട്ട് വരുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമമായ സമയമാണ്. ഗൃഹം സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചു പൂർത്തീകരിക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞില്ല, അതിങ്ങനെ നീണ്ടു പോകുന്നു, അല്ലെങ്കിൽ ഒരു വീടിന് ഒരു അടിത്തറ കെട്ടിയിട്ടിരിക്കുന്നു, അത് മുകളിലേക്ക് നമുക്ക് കെട്ടിപ്പൊക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതിന് ഉള്ള പരിശ്രമത്തിൽ സാമ്പത്തിക കാര്യങ്ങളുടെ ബുദ്ധിമുട്ടിലാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറി ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക്. അതുപോലെ തന്നെ മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റം ഉണ്ടാകുന്ന ഒരു സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു കാലഘട്ടത്ത് പൂർണ്ണമായിട്ട് വിട്ടുമാറി ഒരു ദാമ്പത്യ സുഖം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്ന ഒരു കന്നിരാശിയിൽപ്പെട്ട ദമ്പതികളാണെങ്കിലും, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അകന്ന് കഴിഞ്ഞിരുന്ന ദമ്പതികളാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ദാമ്പത്യ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും, ആ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. അത്രമേൽ സമയം ഉത്തമമാണ്. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ബുധനെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനും കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ്. അപ്പോൾ ബുധൻ്റെ മറ്റൊരു രാശിയാണ് മിഥുനം. ആ മിഥുനത്തിലേക്കാണ് വ്യാഴം രാശി മാറി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ്റെ രാശിയിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ഒരു ജോലി ഇല്ലാതിരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി ശ്രമിച്ചോളൂ. നിങ്ങളുടെ കഴിവിനും ആഗ്രഹത്തിനും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം വേണം, ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു ജോലി മാറ്റം വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്നു, അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് സമയം വളരെ ഉത്തമമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി മാറ്റം ലഭിക്കും. കുറേ കാലങ്ങളായിട്ട് ലഭിക്കാതെ ജോലിയിലുണ്ടായിരുന്ന ആ ഒരു പദവി ഉയർച്ച, ഒരു പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു സ്ഥാനമാറ്റം, ഇടം മാറ്റമൊക്കെ ലഭിക്കുന്ന സമയം, അങ്ങനെ എല്ലാവിധ നന്മകളും ഈ കാലഘട്ടങ്ങളിൽ കന്നിരാശിക്കാർക്ക് കർമ്മസംബന്ധമായിട്ട് അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വയം തൊഴിലൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം. നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഏറ്റവും ഉയർച്ചയിലെത്തുകയും ആ കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരവ് ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ്. കന്നിരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെടും. അതുപോലെ പലർക്കും പുതിയതായിട്ട് സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ആരംഭിക്കാനൊക്കെ പറ്റുന്ന സമയം, ചെയ്യുന്ന ജോലിയിലൊക്കെ വളരെ ഉയർച്ച ലഭിക്കുന്ന സമയവുമാണ്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അവരവരുടെ സ്വന്തം ജനനജാതകവും കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. പൊതുവേ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷം നൽകുന്ന പാപനായ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. അത് തുലാം രാശിക്കാരെ സംബന്ധിച്ചും ശുക്രൻ്റെ മറ്റൊരു രാശിയായ ഇടവം രാശിക്കാരെ സംബന്ധിച്ചുമൊക്കെ വ്യാഴമാണ് ഏറ്റവും വലിയ പാപൻ. അങ്ങനെയുള്ള പാപനായ വ്യാഴം 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്, ആ നേർഗതിക്ക് വിപരീതമായിട്ട്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്.
ഭാഗ്യാനുഭവങ്ങളെന്ന് പറയുന്നത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്രതീക്ഷിത മുന്നേറ്റം, നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കും. പ്രധാനമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു സമയത്ത് പ്രാബല്യത്തിൽ, അനുഭവത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവം. മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും, വിഷമതകളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറുക. മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ ജീവിത മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. മാനസികമായിട്ടൊരു ധൈര്യം ലഭിക്കുന്ന ഒരു സമയമാണ്. നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചകളോ പിണക്കങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കാലമായി സഹോദരങ്ങളുമായിട്ടൊക്കെ വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സഹോദരങ്ങളുമായിട്ടൊക്കെ ഇന്ന് കൂടിച്ചേരാനുള്ള അനുഭവം, അതുപോലെ മുതിർന്ന സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. വ്യാഴം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ്റെ രാശിയായ മിഥുനത്തിലാണ് വക്രഗതിയിൽ എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. ബുധനാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ അധിപതി. ഈ ഒരു സമയം തുലാം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. ചിലരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിലായിരിക്കും. ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി പൂർവ്വസ്ഥിതിയിൽ ആരോഗ്യം വീണ്ടു കിട്ടുന്നത് മൂലമാകാം. മറ്റു ചിലരെ സംബന്ധിച്ച് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, ജീവിത പങ്കാളിയെ ലഭിക്കുന്നത് മൂലം, അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾ വിട്ടുമാറുന്നത് മൂലമാകാം. അതുപോലെ വിദേശ ജോലി ഭാഗ്യം, തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന വിദേശ പഠനമോ ഉപരിപഠനമോ ഒക്കെ ലഭിക്കുന്ന സമയവും, നല്ല മംഗല്യഭാഗ്യം, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് പലർക്കും ലഭിക്കുക. അതുപോലെ കുറേ കാലഘട്ടമായിട്ട് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്ത പണം ഇതുവരെ തിരിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളവരെ സംബന്ധിച്ച് നമ്മൾ കൊടുത്ത പണം നമ്മളിലേക്ക് വന്നു ചേരുന്ന അനുഭവം, ഇങ്ങനെ പല തരത്തിലാണ് കർമ്മസംബന്ധമായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ സാമ്പത്തിക ബാധ്യതകളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. തുലാം രാശിക്കാർക്ക് അത്രമേൽ ഉത്തമമാണ് സമയം. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും, ഭാഗ്യമുണ്ടാകും, എല്ലാ നന്മകളും വന്നു ചേരും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് നടക്കുന്ന ദശാകാലങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് അറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉചിതം, ഉത്തമമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ, ഏറെക്കാലമായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം ഉത്തമമാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണ ശുഭനാണ്. അപ്പോൾ പൂർണ്ണ ശുഭനായിട്ടുള്ളൊരു ഗ്രഹം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരിക്കലും ആ രാശിക്കാർക്ക് ഒരു നല്ല ഫലമല്ല ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് നേർഗതിക്ക് വിപരീതമായി വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാഴം അഷ്ടമത്തിലാണെങ്കിലും നിങ്ങൾക്ക് ദോഷഫലമല്ല ലഭിക്കുന്നത്. വ്യാഴത്തിൻ്റെ വക്രഗതിയുടെ ഗുണഫലങ്ങളാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയണമെങ്കിൽ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, നേട്ടങ്ങളാണ് വന്നു ചേരുന്നത്. ധനകാരകനായ വ്യാഴം അഷ്ടമസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനപരമായിട്ടുള്ള മുന്നേറ്റം, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായൊരു സാമ്പത്തിക മുന്നേറ്റം, അതായത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ ഈ ഒരു സമയത്തൊരു സഹായഹസ്തവുമായി വന്നു ചേരുക, നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം നൽകുക, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ ആ കർമ്മത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു വരുമാനം വന്നു ചേരുക. അങ്ങനെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല ഗുണാനുഭവങ്ങളും നന്മകളുമായിരിക്കും ലഭിക്കുക. അതുപോലെ കുറച്ചധിക കാലങ്ങളായിട്ട് പൂർവിക വഴിയിൽ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വഴിയിൽ എന്തെങ്കിലും ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ളവരാണ്. അതിനായിട്ട് കുറേ കാലമായിട്ട് പരിശ്രമിക്കുന്നു, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഭൂമി യോഗം ഉള്ള കാലഘട്ടമാണ്.
അതുപോലെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും ഒരു ഭൂമി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക ബാധ്യത പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതിനുവേണ്ടി പരിശ്രമിച്ചത് നടക്കാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഭൂമിയൊക്കെ വിൽക്കുവാനും അതുപോലെ തന്നെ ആ പണം കൊണ്ട് പല സാമ്പത്തിക പ്രയാസങ്ങളെ മറികടക്കുവാനും സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ ഭൂമി യോഗവും വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. പലർക്കും ഒരു ഭൂമി വാങ്ങുവാനും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്തിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുമൊക്കെയുള്ള ഒരു ഈശ്വരാനുഗ്രഹവും കൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ നല്ല മാറ്റമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ആ കുടുംബ ബന്ധങ്ങളിൽ ഒരു സ്വസ്ഥത, ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ വന്നു ചേരുന്നതായിട്ടുള്ള നല്ല അനുഭവം ലഭിക്കും. പ്രത്യേകിച്ചും വൃശ്ചികം രാശിക്കാർക്ക് ഈയൊരു വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലുള്ള വക്രഗതി നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ചില യോഗങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം, അവർക്ക് നല്ലൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയം, കുറച്ച് കാലങ്ങളായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന കുട്ടികളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് അവരുമൊത്ത് ജീവിക്കാൻ കഴിയുന്നൊരു സമയം. ഇങ്ങനെയുള്ള ചില ഗുണാനുഭവങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. അതുപോലെ വ്യാഴം അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം വൃശ്ചികം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവരെ സംബന്ധിച്ച് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിച്ച് ശരീരത്തിന് ഒരു സുഖം ലഭിക്കുന്ന സമയം, ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. അങ്ങനെയുള്ള നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള നിങ്ങളുടെ സന്താനങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച, അതുപോലെ നിങ്ങളുടെ കുട്ടികളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, ഒരു സമാധാനം ലഭിക്കുക, അവരിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വരുന്നൊരു സമയമാണ്. പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാഴത്തിൻ്റെ വക്രഗതിയുടെ ഈ ഒരു ഗുണം നമ്മൾ പറയാറില്ലേ, തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ, ഈശ്വരാനുഗ്രഹം, നന്മകൾ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അത് അനുഭവത്തിൽ വരും. വൃശ്ചികം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന പല മാനസിക പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനമാണ് ഈ ഒരു സമയം ലഭിക്കുക. മനസ്സിന് സമാധാനമൊക്കെ ലഭിക്കും. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തു. ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടി പ്രാവശ്യം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും വ്യാഴത്തിൻ്റെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് സമയം അത്ര അനുകൂലമായിട്ടുള്ള ഒന്നല്ല. വ്യാഴം നിങ്ങൾക്ക് 7ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർ എല്ലാ കാര്യത്തിലും ഒരല്പം ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. പ്രത്യേകിച്ചും 2 കാര്യങ്ങളിലാണ്. ഒന്ന്, അവരവരുടെ ജോലി, ഈ ഒരു കാര്യങ്ങളിലും ദാമ്പത്യ കുടുംബജീവിതത്തിലും വളരെ ശ്രദ്ധയുണ്ടാകേണ്ട സമയം. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ആ കർമ്മത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഈ ഒരു സമയത്ത് കർമ്മസംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിൽ വരാം. അപ്പോൾ അതുകൊണ്ട് അവരവർ ചെയ്യുന്ന ജോലിയിൽ ആ മേഖലകളിലൊക്കെ പൂർണ്ണമായിട്ടും വളരെ നല്ല ഒരു ശ്രദ്ധയുണ്ടാകണം. ആരെയും പൂർണ്ണമായി വിശ്വസിച്ച് ഒരു കാര്യങ്ങളും ഏൽപ്പിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ പിന്നീടൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ്. അതുപോലെ ഒരു ജോലി മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരു വിദേശ ജോലിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടത്തു നിന്നൊരു മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജാതകപ്രകാരം നല്ലൊരു ദശാകാലം, നല്ലൊരു സമയമാണെങ്കിൽ മാത്രമേ അതിനൊക്കെ മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഉള്ളത് എന്താണോ അതിനെ നിലനിർത്തി അതിനെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ഉചിതം, കൂടുതൽ ഉത്തമം നിങ്ങളെ സംബന്ധിച്ച്. അതുപോലെ സ്വന്തമായ തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും നിങ്ങളുടെ ആ ബിസിനസ് മേഖലയിൽ ഒക്കെ ഒരല്പം ശ്രദ്ധയും കരുതലും, സാമ്പത്തിക ഇടപാടുകളിൽ വളരെ കൃത്യത, ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകണം. ഒരു
പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. കർമ്മസംബന്ധമായിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ വ്യാഴം നൽകാനായിട്ട് വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടാകണം. പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ, സ്വരച്ചേർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നിങ്ങളെപ്പോഴും എല്ലാ കാര്യങ്ങളിലും അല്പം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മൂന്നാമത് ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു അഭിപ്രായം പറയുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഇടം കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയം ധനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ചെറിയ ഒരു വാക്കിൽ നിന്നായിരിക്കും പല ദാമ്പത്യ കുടുംബജീവിതത്തിലെയും പ്രശ്നങ്ങൾക്ക് തുടക്കം തന്നെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സംയമനം പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ആ ഒരു ദാമ്പത്യസ്ഥാനത്തിന് ദോഷം നൽകുന്ന ഗ്രഹം. ആ ഗ്രഹത്തിൻ്റെ രാശിയിൽ വ്യാഴം, ധനുരാശിക്ക് അധിപനായ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നത് അത്ര നല്ല ഗുണാനുഭവങ്ങളായിരിക്കില്ല ഓരോ വ്യക്തികൾക്കും നൽകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴും അല്പം തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ഒരു സമയത്താണെങ്കിൽ പോലും വിവാഹമൊക്കെ കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധിച്ച കാര്യങ്ങൾ കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ കുറച്ചു കാലം ഒന്ന് വേർപിരിഞ്ഞ് കഴിയുവാനുള്ള, രണ്ടു പേർക്കും ജോലി ഉണ്ടാകും. ഇപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടൊക്കെ വസിക്കേണ്ട ഒരു അനുഭവമൊക്കെ പലർക്കും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ഒരു സമയം ധനുരാശിക്കാരെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരിക. അത് അവരവരുടെ ജോലി, അവരവരുടെ കർമ്മം എന്താണോ ആ ഒരു കാര്യങ്ങളിലും, ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴാണെങ്കിലും ആ ദാമ്പത്യ കുടുംബജീവിതത്തിലുമൊക്കെ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകാം. അതുകൊണ്ട് ഈ ഒരു സമയം ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിച്ച് പരമാവധി സംയമനത്തോടു കൂടി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമല്ല ഇതെന്ന് മനസ്സിലാക്കുക. ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം മുന്നോട്ട് പോകാൻ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജാതകപ്രകാരം ഒരു നല്ല ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് വിഷമിക്കേണ്ടതായിട്ടില്ല. ആ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലുമൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ജാതകപ്രകാരം കൂടെ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിലാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി അത്രമേൽ ബുദ്ധിമുട്ട് നൽകുന്നത്. പ്രത്യേകിച്ച് വ്യാഴം നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ അധിപതി കൂടിയായതുകൊണ്ട് ഈ ഒരു സമയത്ത് അവരവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്ത് ആ ഒരു ദോഷഫലങ്ങൾ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂല സമയമാണ്. മകരം രാശിക്കാർക്ക് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഒരു പാപനാണ്. പാപനായ വ്യാഴം 6-ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. 6-ാം ഭാവം എന്ന് പറയുന്നത് തന്നെ രണരോഗ ശത്രുസ്ഥാനമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ എന്നു വേണ്ട എല്ലാ നെഗറ്റീവും നൽകുന്ന ഭാവം. ആ ഭാവത്തിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറും. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പൂർണ്ണമായ ഒരു മോചനം, ഒരു മാറ്റം, അതുപോലെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി തെളിഞ്ഞു കിട്ടുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പൂർണ്ണമായ മോചനം, ഒരു മാറ്റം ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന ശത്രുതകൾ എന്തെങ്കിലും, അത് അവരവരുടെ കർമ്മസംബന്ധമായിട്ടോ കുടുംബ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ കാര്യങ്ങളിലൊക്കെ ഒരു നല്ല ഒരു മാറ്റം ലഭിച്ച് ഒരു സമാധാനം, സുഖത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും.
ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറുക, അല്ലെങ്കിൽ അതൊക്കെ അനുകൂലത്തിൽ വരിക, ഇങ്ങനെയുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കും. പ്രത്യേകിച്ചും ബുധൻ്റെ രാശിയാണ് മിഥുനമെന്ന് പറയുന്നത്. ബുധനാണ് നിങ്ങൾക്ക് ഭാഗ്യാധിപതിയും രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയും. 6-ാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ്റെ രാശിയിൽ തന്നെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, ഒരു വെളിച്ചം, ഒരു ഈശ്വരാനുഗ്രഹമൊക്കെ ലഭിക്കും. എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാറുകയും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിത മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു സമയം മാറും എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ശുഭകരമായിട്ടുള്ള ഒരു ചിലവുകൾ വന്നു ചേരും. ഇത്രയും കാലം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പാഴ്ചിലവുകളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളോ ഒക്കെ അനുഭവിച്ചവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി പലതരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പലർക്കും വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ ഒരു വണ്ടിവാഹന യോഗങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം, ഗൃഹനിർമ്മാണത്തിനുള്ള ഭാഗ്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വരും. ഈ കാലഘട്ടത്തിൽ ശുഭകരമായിട്ടുള്ള നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം നടക്കുന്ന സമയം, അവരവരുടെ കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക, ഇങ്ങനെ ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന കാലഘട്ടം. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ ഇവയൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. കാലാകാലങ്ങളായിട്ടുള്ള ആഗ്രഹമൊക്കെ സാധ്യമാകും. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചൊരു വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി, വിദേശവാസം ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ ഉപരിപഠനം, ഉയർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മകരം രാശിയിൽപ്പെട്ട കുട്ടികൾക്കും സമയം വളരെ വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. അങ്ങനെയുള്ള നല്ല മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് പൂർണ്ണമായി വന്നു ചേരും. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണോ ആ ജോലിയിൽ അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ ഒരല്പം പരിശ്രമം ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് വേണ്ടിവരും. പരിശ്രമം കൂടുന്തോറും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഗുണഫലത്തിനും അത്രമാത്രം ഒരു മുന്നേറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. ഏത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരല്പം പരിശ്രമം കൂടുതലായിട്ട് വേണ്ടി വരിക, അതുമൂലം ധാരാളം ഒരു ജീവിത മുന്നേറ്റം ലഭിക്കുക, ധനവരവ് കൂടുതലായിട്ട് വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകൾ, മാറ്റങ്ങൾ, യോഗഫലങ്ങൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഭാഗ്യമെന്ന് പറയുന്നത് മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ചിലർക്ക് കൂടുതലായിട്ട് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കർമ്മ മേഖലയിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യപരമായ മുന്നേറ്റം, ദാമ്പത്യപരമായ മുന്നേറ്റം, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഇങ്ങനെ പലതരത്തിലായിരിക്കും ആ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരുക. പരമാവധി ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റമാണ് ഈ ഒരു സമയം നൽകുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരും. അതും വളരെ വേഗത്തിലായിരിക്കും ഓരോ വ്യക്തികളിലേക്കും എത്തിച്ചേരുന്നതും. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ഈ സമയം വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ വളരെ അനുകൂലമാണ്. വ്യാഴം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചും വ്യാഴം ഒരു പാപഗ്രഹമാണ്. ആ പാപനായ വ്യാഴം 5-ാം ഭാവമായ ഈശ്വരാധീനത്തെ കുറിക്കുന്ന ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം കുംഭം രാശിക്കാർക്ക് അത്യുത്തമമായിട്ടുള്ള സമയമാണ്. ഒരുപാട് കാലങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് കുംഭം രാശിക്കാർ. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഇവർ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 7.5 ശനിയുടെ അവസാന കാലഘട്ടത്തിൽ പാദശനിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. ഈ ഒരു സമയം, ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും കൂടിയാണെന്ന് മനസ്സിലാക്കുക. 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് പാപനായ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള മുന്നേറ്റമാണ് ആദ്യം ലഭിക്കുക. സാമ്പത്തിക ഉയർച്ച, പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും.
നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനൊരു മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പണവരവ്, സാമ്പത്തിക ഉയർച്ച തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു കാലഘട്ടം മുതൽ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഉയർച്ചയുടെ കാലഘട്ടമാണ്. പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരിക, സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ വിട്ടൊഴിയുക, ജീവിതത്തിൽ ഒന്ന് മുന്നേറാൻ കഴിയുന്ന ഒരു നല്ല സമയമാണ്. അതുപോലെ അവരവരുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്കൊരു മതിപ്പും ഒരു വിലയും പരസ്പരം ആ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത ലഭിക്കുന്ന, ബന്ധങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും നിങ്ങൾക്ക് ഒരു സുഖം, സ്വസ്ഥത, സമാധാനം ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം കൂടിയാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ്. പ്രത്യേകിച്ച് വ്യാഴം നിങ്ങൾക്ക് ധനകാരകൻ, പാപനായ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ സാമ്പത്തിക മുന്നേറ്റം ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെയുള്ള നല്ല പല മാറ്റങ്ങളും ഗുണഫലങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരും. 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൊതുവെ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒക്കെ പൂർവിക വഴിയിലൊക്കെ ലഭിക്കേണ്ടിയിരുന്ന പല നന്മകളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. പിതൃസ്ഥാനത്ത് ഉള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ കുംഭം രാശിക്കാർക്ക് ലഭിക്കും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൻ്റെ നിർമ്മാണം തുടങ്ങി വയ്ക്കുവാനോ ഒക്കെയുള്ളൊരു ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനം സന്താനങ്ങളെ, അവരവരുടെ കുട്ടികളെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് പല നന്മകളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളാൽ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അവർക്ക് ഒരു ഉപരിപഠനം, വിദ്യാഭ്യാസം വേണമെങ്കിൽ അതിനു വേണ്ട സഹായങ്ങൾ, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളാൽ സാധിക്കും. ഒരുപാട് നാളുകളായിട്ട് അവർക്കൊരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങളാൽ പൂർണ്ണമായിട്ട് മാറ്റി അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം, ഒരു കുടുംബ ജീവിതം നൽകുവാൻ, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുവാൻ കുംഭം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അതുപോലെ നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം, നിങ്ങളാൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയം, അവർക്ക് നല്ല മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയം, ഇതൊക്കെയാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ അനുഭവത്തിൽ ലഭിക്കുക. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് കുംഭം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും അപ്രതീക്ഷിതമായ പല നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, സുഖാനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ നൽകുകയും ചെയ്യും. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കുംഭം രാശിക്കാർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ട അനുഭവം, സാമ്പത്തികപരമായിട്ടൊരു ഉയർച്ച, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുള്ള പല കാര്യങ്ങളും ഇനി മുന്നോട്ട് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും കുംഭം രാശിക്കാർക്ക് സാധിക്കും. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു ഈശ്വരൻ്റെ സ്വാധീനം, ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. കാരണം സമയം നിങ്ങൾക്ക് രാശിക്ക് വളരെ അനുകൂലമാണ്. അവരവരുടെ ജനന ജാതകപ്രകാരം കൂടെ നല്ലൊരു കാലമാണെങ്കിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. കാരണം മീനം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. വ്യാഴം 4ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്.
അപ്പോൾ ഈ ഒരു സമയം മീനം രാശിക്കാർ കുറച്ച് കാലത്തേക്ക് ഒരല്പം ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരാം. ഈ ഒരു സമയം എല്ലാ കാര്യത്തിലും ഒരല്പം ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. മീനം രാശിക്കാർക്ക് രാശിയുടെ അധിപനാണ് വ്യാഴം. മീന ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും. അപ്പോൾ എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കുന്ന വ്യാഴം വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടമാകുമ്പോൾ അത് പൊതുവെ ഒരല്പം ബുദ്ധിമുട്ട് നൽകുന്ന അനുഭവമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുക. അപ്പോൾ ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ എന്താണോ അതിലൊക്കെ ഒരല്പം ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. ഒരു ജോലി മാറ്റത്തിനോ ഇടം മാറ്റത്തിനോ ഒന്നും പറ്റിയ ഒരു സമയമല്ല ഇപ്പോൾ. അതുകൊണ്ട് ഒരുപാട് വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കാതെ ഉള്ളതെന്താണോ അതിനെയൊക്കെ നിലനിർത്തി അതിനെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങളുടെ ജനന ജാതകപ്രകാരം സമയം നല്ലതാണെങ്കിൽ മാത്രമേ ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ആ ഒരു ജോലി മാറ്റത്തിനൊക്കെ പ്രയത്നിക്കാൻ പാടുള്ളൂ. പരിശ്രമിച്ചാൽ ഫലം ലഭിക്കണമെങ്കിൽ സമയം അനുകൂലമായിരിക്കണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് പാപനായ ബുധൻ്റെ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മാനസികമായും ശാരീരികമായിട്ടും എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയും കരുതലും ഒക്കെ ഉണ്ടാകേണ്ട സമയം. ദാമ്പത്യ കുടുംബ ജീവിതത്തിലും മീനം രാശിക്കാർക്ക് ഈ സമയത്ത് ഒരല്പം ശ്രദ്ധ കൂടുതൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് 7.5 ശനി കൂടെ നടക്കുന്ന ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ വ്യാഴം ഈ വക്രത്തിൽ കൂടെ വരുന്ന കാലഘട്ടം പ്രധാനമായിട്ടും നിങ്ങളുടെ കർമ്മമേഖലയിൽ അത്രമേൽ ശ്രദ്ധയുണ്ടാകണം. ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങളുടെ ഒരു ജോലിയും ഏൽപ്പിക്കാൻ പാടില്ല. അവരവരുടെ കാര്യങ്ങളിൽ അവരവർ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. കർമ്മ സംബന്ധമായിട്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മീനം രാശിയിൽപ്പെട്ടവർ മുന്നോട്ട് പോകണം. ഇതുപോലെ തന്നെയാണ് ദാമ്പത്യ കുടുംബജീവിതത്തിലും 7.5 ശനി നടക്കുന്ന ഒരു സമയവും. അതുപോലെ വ്യാഴത്തിൻ്റെ വക്രഗതിയും കൂടെ വരുമ്പോൾ പലരെയും സംബന്ധിച്ച് ഒരു കാരണങ്ങളുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വിള്ളലുകളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ സമയത്ത് അല്പം ശ്രദ്ധിക്കണം. എല്ലാത്തിനും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാൽ തന്നെ നിഷ്പ്രയാസം അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിലാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവത്തിൽ വരുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളായ ശനിയും അതുപോലെ വ്യാഴവും, ശനി നിങ്ങൾക്ക് പാപനാണ്. ഇപ്പോൾ 7.5 ശനി നടക്കുന്നു. അതുപോലെ വ്യാഴം ശുഭനാണെങ്കിലും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ രാശിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലത്തിലുള്ള സമയമല്ല. ഈ ഒരു സമയം ജാതകത്തിൽ നല്ല ദശ നടക്കുന്നവർക്ക് മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. അല്ലാത്തവരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, കർമ്മത്തിൽ തടസ്സങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മുന്നോട്ട് പോകേണ്ട സമയമാണ്. ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെയാണോ പൂർണ്ണമായി വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് അവർ തന്നെ പിന്നീട് ശത്രുക്കളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ശ്രദ്ധയുണ്ടാകണം. പണം ഇടപാടുകളിലൊക്കെ മീനം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തെ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ദോഷഫലങ്ങൾ കുറച്ച് ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.